നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണ്. ഈ ചൂട് കാലത്ത് നമ്മുടെ വാതരോഗികളും അല്ലാത്തവരും എല്ലാം എസ്പെഷ്യലി ലേഡീസിൽ കോമൺ ആയിട്ട് കാണുന്നൊരു പ്രശ്നമാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അതായത് മൂത്രത്തിൽ പഴുപ്പെന്ന് കോമൺ ആയിട്ട് മലയാളത്തിൽ പറയും. എന്തുകൊണ്ടാണ് ചൂട് കാലത്ത് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ യൂറിൻ ഉണ്ടാകുന്ന നമ്മുടെ കിഡ്നിയിലുണ്ടായി താഴത്തെ യൂറിറ്റിലൂടെ വന്ന് ബ്ലാഡറിലൂടെയാണ് യൂറിൻ പിന്നെ പോകുന്നത്, നമ്മൾ മൂത്രം ഒഴിച്ച് കളയുന്നത്. ഇതൊരു റിവർ പോലെയാണല്ലേ. ഒരു നമുക്കറിയാം, ഒരു റിവറിലൂടെ, അതായത് ഒരു പുഴയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ അതിൽ പലപ്പോഴും മാലിന്യം കെട്ടിക്കിടക്കില്ല. അതേസമയം തോട്ടിൽ ഒരു സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണ്, എന്ത് പറ്റും? അതിലൊന്ന് കൊതുക് മുട്ടയിടും, കൊതുക് വരും, അവിടെ അഴുക്ക് കിടക്കും, പലതരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം എന്ന് നമ്മൾ പറയും. നമ്മുടെ കാനലൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്ന എറണാകുളത്ത് തോട്ടിലൊക്കെ നോക്കിയാൽ അറിയാം, വളരെ മോശമായിട്ട് വെള്ളമാണ് അവിടെ വരുന്നത്. അതേസമയം പുഴയിലാണെങ്കിൽ ഒഴുക്കുണ്ടെങ്കിൽ പലപ്പോഴും അവിടെ പ്രശ്നം കാണില്ല. നാട്ടിൻപുറത്തെ പുഴകളിലൊക്കെ ഒഴുക്കുള്ളപ്പോൾ അവിടെ ക്ലിയർ ആയിട്ട് വാട്ടറായിരിക്കും പലപ്പോഴും നമ്മൾ കാണും, നമുക്കറിയാം. അതുപോലെ തന്നെയാണ് നമ്മുടെ മൂത്രസഞ്ചിയിലും. യൂറിൻ കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫ്ലഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? അവിടെ ബാക്ടീരിയക്കോ അല്ലെങ്കിൽ കീടങ്ങൾക്ക് നിൽക്കാനുള്ള സമയം കിട്ടില്ല. അങ്ങനെ നിൽക്കാതെ വരുമ്പോൾ അത് പലപ്പോഴും ഫ്ലഷ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അവിടെ യൂറിനറി ഇൻഫെക്ഷൻ ചാൻസ് വരാനുള്ള സാധ്യത കുറവാണ്. ചൂടുകാലത്ത് എന്താ സംഭവിക്കുന്നത്? ചൂടുകാലത്ത് നമ്മൾ കൂടുതലായിട്ട് വേർത്ത് കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഇഷ്ടംപോലെ കുടിക്കില്ല. വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? മൂത്രം സാധാരണ 2 മണിക്കൂറിലേക്ക് 3 മണിക്കൂറിലേക്ക് മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്ന ആളുകൾ കൂടുതൽ ചിലപ്പം 4, 5, 6 മണിക്കൂർ എടുക്കുമ്പോഴായിരിക്കും ബ്ലാഡർ ഫുള്ളാകുന്നത്. ബ്ലാഡർ ഫുള്ളാകുന്ന സമയം എടുക്കും, എന്ത് പറ്റും? അവിടെ നമ്മൾ മൂത്രം ഒഴിക്കുക, അത്രയും നേരം മൂത്രം അവിടെ കെട്ടിക്കിടക്കും. കാരണം നമുക്ക് ബ്ലാഡർ സെൻസേഷൻ ഉണ്ടാകുമ്പോൾ മൂത്രം ഒരു സെർട്ടൺ എമൗണ്ടിൽ വരുമ്പോഴാണ് നമുക്ക് ബ്ലാഡർ ഫുള്ളായ സെൻസേഷൻ വരുന്നത്, നമ്മൾ മൂത്രം ഒഴിക്കാൻ പോകുന്നത്. മൂത്രസഞ്ചിയുടെ ആ വികാസമാണ് നമ്മൾ മൂത്രം ഒഴിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പലപ്പോഴും സമ്മറിൽ നമ്മൾ വെള്ളം കുടിക്കാതാകുമ്പോൾ എന്ത് പറ്റും? മൂത്രസഞ്ചിയുടെ മൂത്രം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ മൂത്രം ഒഴിക്കണം തോന്നില്ല, ആ ഫീലിംഗ് വന്നിട്ട് നമ്മൾ ടോയ്ലറ്റിൽ പോയില്ലല്ലോ. അങ്ങനെ ഒരു മൂത്രം അവിടെ കെട്ടിക്കിടക്കുന്ന മൂത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, മൂത്രം ഇങ്ങനെ യൂറിൻ ഇങ്ങനെ ഫ്ലഷ് ചെയ്ത 1 മണിക്കൂറിലും 2 മണിക്കൂറിലും ഒക്കെ മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്ന അത് ആ ബാക്ടീരിയ അങ്ങ് ഫ്ലഷ് ചെയ്ത് പോകും. പക്ഷേ എന്തെങ്കിലും സാധാരണ ഉണ്ടാകുന്ന ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ബാക്ടീരിയ ഈക്കോള എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. ഈക്കോള എന്ന് പറയുന്ന ബാക്ടീരിയയ്ക്ക് ഒരു 20-30 മിനിറ്റ് അത് ഡബിൾ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ എമൗണ്ട് 100 ഡബിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സമയാസമയത്ത് മൂത്രം ഒഴിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? അവിടെ മൂത്രത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മൂത്രം ഒഴിക്കാതെ വരുമ്പോൾ പെട്ടെന്ന് അവിടെ ബാക്ടീരിയയ്ക്ക് പെറ്റുപെരുകാനുള്ള അവസരമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മൂത്രം വളരെ കോൺസെൻട്രേറ്റഡ് ആണ്. നമുക്കറിയാം, മൂത്രത്തിൽ നമ്മുടെ വേസ്റ്റ് ആണല്ലോ, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റാണ്, യൂറിയ പോലെയുള്ള വേസ്റ്റുകളാണ് പലപ്പോഴും കിഡ്നി ഫിൽറ്റർ ചെയ്തെടുത്ത് പുറത്ത് കളയുന്നത്. അപ്പോൾ നല്ല കോൺസെൻട്രേറ്റഡ് യൂറിൻ ആണെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ബ്ലാഡറിനും അത് കുറേ നേരം അവിടെ തങ്ങി നിന്നാൽ ബ്ലാഡറിനും അത് ഇറിറ്റേഷൻ ഉണ്ടാകും. അപ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റഡ് യൂറിൻ എങ്ങനെയാണ് മനസ്സിലാകുന്നത്? വളരെ റെഡ് കളറിലുള്ള, മറ്റേതാണ് ലൈറ്റ് കളറായിരിക്കും, വളരെ വെളുത്തോ ലൈറ്റ് കളറായിരിക്കും. മറ്റേത് കടും മഞ്ഞ നിറത്തിലുള്ള യൂറിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് യൂറിൻ എന്ന് വിളിക്കുന്നത്. ഈ കോൺസെൻട്രേറ്റഡ് യൂറിൻ വന്നു കഴിയുമ്പോൾ പലപ്പോഴും എന്ത് പറ്റും? നമ്മുടെ ബ്ലാഡറിൻ്റെ അവിടുത്തെ കവറിങ്ങിനെ മ്യൂക്കോസ എന്ന് പറയും, ആ മ്യൂക്കോസയ്ക്ക് ഇറിറ്റേറ്റ് ചെയ്യും. അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വീണ്ടും ഒരു നീർക്കെട്ടുണ്ടാകും. ബാക്ടീരിയയ്ക്ക് അവിടെ കിടക്കാനുള്ള മാളമൊക്കെ ഉണ്ടാക്കി ബാക്ടീരിയ അവിടെ കൂടിയിരിക്കും. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം സമ്മറിൽ നമ്മൾ വെള്ളം കുടിക്കാത്തതാണ്. വെള്ളം കുടിക്കാത്തത് കൊണ്ട് നമുക്ക് കണ്ടമാനം വേർക്കും. അത് കഴിയുമ്പോൾ ബ്ലാഡർ വളരെ കോൺസെൻട്രേറ്റ് ആയിട്ട് വരുന്നു. അങ്ങനെ കോൺസെൻട്രേറ്റ് വന്നു കഴിയുമ്പോൾ അവിടെ ബാക്ടീരിയയ്ക്ക് പെറ്റുപെരുകാനുള്ള സമയം ഉണ്ടാകുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈക്കോളയാണ് ഇതിൽ കോമൺ ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നത്. എങ്ങനെ ഇതിനെ തിരിച്ചറിയാം? അപ്പോൾ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേട്ടോ. നമ്മൾ 2 to 3 ലിറ്റർ എങ്കിലും മിനിമം വെള്ളം കുടിക്കുക. നമ്മൾ വെയിലത്തേക്ക് പോകുന്നതാണെങ്കിൽ 4 ലിറ്റർ വരെ കുടിച്ചാലും വലിയ കുഴപ്പമില്ല. 3-4 ലിറ്റർ വരെ വെള്ളം കുടിച്ചാലും കുഴപ്പമില്ല. അത് നമുക്ക് നേരത്തെ യൂറിൻ എത്ര കോൺസെൻട്രേറ്റഡ് ആണെന്ന് വിചാരിച്ച് നോക്കിക്കൊണ്ട് നമുക്ക് വെള്ളം എത്ര കുടിക്കണം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഭയങ്കര ഒരു നല്ല രീതിയിലുള്ള കടും മഞ്ഞ നിറത്തിലുള്ള യൂറിനൊക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ വെള്ളം കുടിക്കണം. നമുക്കറിയാം, കൂടുതൽ വേർക്കുന്നതൊക്കെ കൂടുതൽ വെള്ളം നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കണം. 3-4 ലിറ്റർ വെള്ളം കുടിക്കുന്നതാണ് ഐഡിയൽ. 2 to 3 ലിറ്റർ എങ്കിലും എന്തായാലും കുടിക്കണം, മസ്റ്റായിട്ട് കുടിക്കണം. അത് പകൽ സമയത്ത് എസ്പെഷ്യലി നമ്മൾ വെയിലത്തൊക്കെ പോയി വരുന്ന കഴിഞ്ഞാൽ ഉടനെ കുറച്ച് നല്ല രീതിയിൽ വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം. ഈ ഹൈഡ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമുക്ക് ക്ഷീണം വരും, അല്ലെങ്കിൽ മാത്രമല്ല മൂത്രത്തിൽ ഇൻഫെക്ഷനും വരും. അപ്പം ഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂത്രത്തിൽ ഒരു പഴുപ്പുണ്ടാകുന്ന ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ മൂത്രത്തിൽ പഴുപ്പ് വന്നും നമ്മളെങ്ങനെ അറിയുന്നത് വെച്ചാൽ മൂത്രത്തിൽ ഒരു നല്ല എരിച്ചിലും ചുടിച്ചിലും പോലെ വരും. നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ എരിയുന്നു, എല്ലാം അവിടെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. മൊത്തത്തിൽ എരിച്ചിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കുറേ ആളുകൾക്ക് വേദനയും വരാം. അതുകൂടാതെ കുളിരും പനിയും പോലെ വരാം. എസ്പെഷ്യലി ഫീമെയിൽസിലാണ് ഇത് വരുന്നത്. ഞാൻ പറഞ്ഞു, ആദ്യത്തെ ചെറിയ എരിച്ചിൽ പോലെയായിട്ടായിരിക്കും തുടങ്ങുന്നത്. ചിലപ്പോൾ എരിച്ചിലുള്ളപ്പോൾ തന്നെ പെട്ടെന്ന് നന്നായിട്ട് വെള്ളം കുടിക്കുക. എരിച്ചിൽ ഫസ്റ്റ് ഉള്ള എല്ലാവർക്കും ഇൻഫെക്ഷൻ വേണമെന്നില്ല കേട്ടോ. കുറേ നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് വെള്ളം കുടിക്കാതിരുന്ന് കഴിഞ്ഞാലും ചിലർക്ക് ആ
ഒരു ഭയങ്കര കോൺസെൻട്രേറ്റ് യൂറിൻ പോകുമ്പോൾ ചിലർക്ക് ചെറിയ രീതിയിൽ എരിച്ചിൽ അനുഭവപ്പെടാം. പക്ഷേ നല്ല എരിച്ചിലുണ്ട്, ഒരു 24 hours എരിഞ്ഞാണ് മൂത്രം പോകുന്നത്, അല്ലെങ്കിൽ മൂത്രം തുള്ളിയായിട്ട് പോകുന്നു, മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു, അതോടൊപ്പം തന്നെ അടിവയറിൽ വേദന വരുന്നു, അല്ലെങ്കിൽ നല്ല പനി വരുന്നു, പനിയും കുളിരും വരുന്നു, ഇതൊക്കെ വരുന്നത് യൂറിനറി ഇൻഫെക്ഷൻ്റെ ഒരു ലക്ഷണമാണ്. ഇങ്ങനെയുള്ളവർക്ക് പലപ്പോഴും വാതരോഗികൾ ഇത് കൂടുതലാണെന്ന് പറയാനുള്ള കാരണം വാതരോഗികൾ നമുക്കറിയാം ഇമ്മ്യൂണോ സപ്രസൻ്റ് മരുന്നുകൾ കഴിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ഈ മൂത്രപ്പതി പഴുപ്പ് വരുമ്പോൾ തന്നെ നമ്മൾ നോക്കിയിട്ട് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് കഠിനമാകാനും അത് കുറച്ച് സീരിയസ് ആകാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ പലപ്പോഴും നമുക്കിത് കണ്ടുപിടിക്കുകയും വേണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വളരെ സിമ്പിളാണ്. സിംറ്റം ഉള്ളവർ യൂറിൻ എടുക്കുക, ടെസ്റ്റ് ചെയ്യുക. യൂറിൽ എന്ത് കാണും? പസൽസ് കാണും. പസൽസ് 15 20 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. എന്തറിയാൻ സാധിക്കും? യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെന്ന് അറിയാൻ സാധിക്കും. പക്ഷേ അപ്പം കുറേ ആളുകൾ എന്ത് ചെയ്യും? മുഖത്ത് ചുടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പസൽസും ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് മേടിച്ച് കഴിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചിട്ട് ആ യൂറിൻ എടുത്ത് കൾച്ചർ ചെയ്യുക. കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ കൾച്ചർ റിപ്പോർട്ടുമായി ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ ആൻറ്റിബയോട്ടിക് റിക്വയർഡ് ഡ്യൂറേഷനിലേക്ക് തരും. ആൻറ്റിബയോട്ടിക് കഴിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കിത് കുറയുകയും ചെയ്യും. പക്ഷേ യൂറിൻ കൾച്ചർ ചെയ്യാതിരുന്നതിനാൽ പലപ്പോഴും നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഭയങ്കരമായിട്ട് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ കഴിച്ച ആൻറ്റിബയോട്ടിക് ചിലപ്പോൾ എഫക്റ്റീവ് ആയിക്കൊള്ളണമെന്നില്ല. മാത്രമല്ല കഴിക്കുമ്പോൾ പ്രോപ്പർ ഡോസിലോട്ടും ഡ്യൂറേഷനിലോട്ടും കഴിക്കണം. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എസ്പെഷ്യലി വാതരോഗികൾ വരുമ്പോൾ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉള്ള പോലെ മൂത്രം ഒഴിക്കുമ്പോൾ എരിച്ചിലുണ്ട്, അല്ലെങ്കിൽ അടിവയറ് വേദനയുണ്ട്, പനി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യൂറിനെ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. മിഡ് സ്ട്രീം സാമ്പിൾ യൂറിനാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പം അത് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം, അടുത്ത ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. കറക്റ്റായിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പസൽസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഈ യൂറിനറി ഇൻഫെക്ഷൻ്റെ ഒരു ആരംഭമാണ്. അത് കൾച്ചറോട് ചെയ്തിട്ട് ഡോക്ടർക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു 5 ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക് കഴിച്ച് അതിൻ്റെ കൂടെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ. അതിൻ്റെ സങ്കീർണതകളിൽ പോകാതെ നോക്കാം. അതുകൊണ്ട് സമ്മറിൽ എപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നോക്കുക. ഒരു 2 to 3 liters വെള്ളം കുടിക്കുക. 2 to 3 ലിറ്റർ ഒരു തമ്പ് റൂളാണ്. അപ്പോൾ നമുക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ വളരെ കോൺസെൻട്രേറ്റ് യൂറിൻ ആണെങ്കിൽ 3-4 ലിറ്റർ കുടിച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. വാതരോഗികൾക്ക് ഇൻഫെക്ഷൻ വരുമ്പോൾ വാതരോഗത്തിൻ്റെ സീരിയസ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ആണെങ്കിൽ മെത്തോട്രെക്സേറ്റോ MMFോ ടൊഫാസിനിബോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരാഴ്ചയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ നിർത്തിവെക്കുന്നതിലും തെറ്റൊന്നുമില്ല.